ഇത് വലിയ കുഴപ്പത്തിലാവോ ദൈവമേ? മനസ്സിന് ഒരു സമാധാനം ഇല്ലല്ലോ. ഈശ്വരാ, ഇതവള് തന്നെ. ഹലോ ഇന്ദ്രജ. എങ്ങനുണ്ട് സാവിത്രി? നീ എന്നെ കളിയാക്കിയില്ലേ? പക്ഷേ ഞാൻ എന്റെ വാക്ക് പാലിച്ചു. ഇതാണ് ഇന്ദ്രജ. ഇതിത്തിരി കൂടിപ്പോയി ഇന്ദ്രജ. നീ ആളെ കൊന്നുകളയുന്നൊന്നും ഞാൻ കരുതിയില്ല. ആ, അതും കൂടി ചോദിക്കാനാ ഞാനിപ്പോ വിളിച്ചെ. അയാളുടെ അവസ്ഥ എങ്ങനെയുണ്ട്? ആ ജയറാമന്റെ ആള് കാഞ്ഞു പോവാൻ അസാധ്യത. അയ്യോ, ബോധമില്ല. ഇപ്പൊ എന്തോ ഓപ്പറേഷൻ വേണമെന്നാ മറ്റു പറയുന്നു. കാഞ്ഞു പോട്ടെ. ഇവനൊക്കെ ജീവിച്ചിരിക്കാൻ പാടില്ല. എന്തായാലും ഗുണ്ടകൾക്ക് കാശ് കൊടുത്തത് വെറുതെ ആയില്ല. വെട്ടും കുത്തുവേറ്റ് ചോരയിൽ കുളിച്ചു കിടക്കുന്നത് ഞാൻ പോയി എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. സ്പോട്ടിൽ തീർത്തേക്കാനാ ഞാൻ അവന്മാർക്ക് നിർദ്ദേശം കൊടുത്തത്. ഇത് വലിയ പ്രശ്നമാവും ഇന്ദ്രജെ. എനിക്ക് പേടിയാവുന്നു. രണ്ട് കൊടുക്കണമെന്നല്ലേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ, കൊല്ലാനൊന്നും ഞാൻ പറഞ്ഞില്ല ഇന്ദ്രജെ. അതെന്താ സാവിത്രി ഇപ്പൊ അങ്ങനെയൊക്കെ പറയുന്നത്? അതല്ല ഇന്ദ്രജെ, ഏട്ടനെ ഗുണ്ടകൾ വെട്ടുന്നത് കണ്ട അവിടെ പോലീസ് എത്തിയത്. അത് ഗുണ്ടകളാണെന്നും സംഗതി കൊട്ടേഷനാണെന്നും പോലീസിന് മനസ്സിലായിട്ടുണ്ട്. പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ മുന്നിൽ ജയറാം ACP കാർത്തിയുടെ അമ്മാവന്. അതിന് ഇന്ദ്രജിക്കറിയാലോ, തല പോയാലും ഒരു സ്വാധീനത്തിനും വഴങ്ങുന്നവനല്ല എന്റെ മകൻ കാർത്തിക്. ഏട്ടൻ മരിച്ചാലും ഇല്ലെങ്കിലും കാർത്തി ഈ കേസ് ഏറ്റെടുക്കും. സാവിത്രി എന്താ പറഞ്ഞു വരുന്നത്? അതെ, ഇന്ദ്രജ അച്ഛമ്പങ്ങളാണെന്നൊന്നും ചിലപ്പോ കാർത്തി കരുതില്ല. ഇതിന്റെ പിറകിൽ ഇന്ദ്രജയാണെന്നറിഞ്ഞ കാർത്തി പിടികൂടുന്നത് ഇന്ദ്രജയെ തന്നെയായിരിക്കും. എങ്ങനെ?